2 തവണ ആദ്യം യൂട്യൂബ് ഇങ്കൊക്കെ വന്നതാണ് കേട്ടോ. കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടൊന്നും നമ്മുടെ ചാനലിന് ഒരു കാര്യമില്ല കേട്ടോ. ഈ 2 ചാനലും മോണിറ്റൈസ്ഡ് ആയതാണ് കേട്ടോ. എന്നിട്ടും ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ചാനൽ ഉപേക്ഷിച്ചതെന്ന് വെച്ചാൽ വെറും 100 സബ്സ്ക്രൈബർ ആണ്, അപ്പോൾ തിരിച്ചും വരണേന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബ് ഒന്നിങ്ങനെ പരീക്ഷിക്കുകയാണ്, ഇവൾ നിർത്തി പോകുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ അത് ഇനി എന്തായാലും പിന്മാറാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ സങ്കടപ്പെടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സങ്കടം വരാറുണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കുന്ന പോലുള്ള ഒരു റീച്ച് എൻ്റെ ചാനലിന് കിട്ടും, ഞാൻ വിചാരിക്കുന്ന പോലുള്ള സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല. അതൊരു എന്തായാലും ഒരു ദിവസം നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും എന്ന് എനിക്കറിയാം. അതിലിപ്പം 17,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇനിയിപ്പം ചാനൽ തുടങ്ങുമ്പോൾ ആരെടുത്തും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയരുത്. ഞാൻ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സിന് മാത്രം എനിക്ക് മതിയെന്നുള്ളൂ. പക്ഷേ ഇന്ന് എനിക്ക് എന്തോ ഉറക്കം വരുന്നില്ല കേട്ടോ. കാരണം അങ്ങനെ നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് കേട്ടോ. 100 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ 100K ഒന്നല്ല കേട്ടോ, വെറും 100 ഞാൻ ഉദ്ദേശിച്ചത്. യൂഷ്വലി നിങ്ങൾ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 100K 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആകുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുക. പക്ഷേ എനിക്ക് ഈ ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ആയത് എനിക്ക് നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കണം എന്ന് തോന്നിയിട്ട് അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഫേസ് കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട. ഇപ്പം എത്രയാണെന്ന് അറിയോ സമയം? 10:45 രാവിലെ 10:45 ആവുകയാണ്. ഇന്ന് സാറ്റർഡേ ആണ്. ഇന്നലെ ഫ്രൈഡേ ആയിരുന്നല്ലോ. ഫ്രൈഡേ സാറ്റർഡേ നമുക്ക് ഓഫാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഒരു ഫിലിമൊക്കെ കണ്ടിട്ട്, ആ ഒരു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലം എന്ന് പറഞ്ഞ സിനിമയുണ്ടല്ലോ, അതൊക്കെ കണ്ടിട്ട് ശരിക്കും സമയം പറഞ്ഞാൽ 4 മണിക്കാണ് കേട്ടോ കിടന്നത്. 4 മണിക്ക് കിടന്നു. എന്നിട്ട് രാവിലെ 4 മണിക്ക് കിടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വീക്കെൻഡൊക്കെ ആണെങ്കിൽ വേറെ ഷൂട്ടും കാര്യങ്ങളും വേറെ അപ്പോയിൻമെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ ഞാനൊരു എപ്പോഴാണ് എഴുതിയിരിക്കുന്നത് അപ്പം മാത്രമേ ഞാൻ കണ്ണു തുറക്കാറുള്ളൂ. പക്ഷേ ഇന്ന് എനിക്ക് എന്തോ ഉറക്കം വരുന്നില്ല കേട്ടോ. കാരണം ഇന്നലെ രാത്രി തന്നെ 95 സബ്സ്ക്രൈബേഴ്സ് എങ്ങാനോ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓരോ തവണയും യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് നോക്കായിരുന്നു എത്രയായി എന്നുള്ളത്. അപ്പോൾ അത് മനസ്സിൽ കിടന്നിട്ടായിരിക്കണം എനിക്ക് രാവിലെ ഞാനൊരു 8:30 ആകുമ്പോഴേക്കും എഴുന്നേറ്റു കേട്ടോ. ശരിക്കും ഒരു 4 മണിക്കൂറെങ്ങാനാണ് എനിക്കൊരു ഉറക്കം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത്രയ്ക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു മനസ്സിൽ. അപ്പോൾ ഫൈനലി നമ്മളിതാ രാവിലെ ഫ്രൈഡേ, ഇന്ന് 12-ാം തീയതിയാണ്, ജൂലൈ 12 ആണോ 11 ജൂലൈ 11 തോന്നുന്നത്. ഞാൻ നോക്കട്ടെ, പെട്ടെന്നൊരു കൺഫ്യൂഷൻ വന്നതാട്ടോ. ഇന്ന് ജൂലൈ 12 തന്നെയാണ്. അപ്പോൾ ജൂലൈ 12 ഇതായിപ്പോൾ ഇത്ര സമയം 10:45 ആകുമ്പോഴേക്കും നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മുമ്പൊരു ചാനൽ ഉണ്ടായിരുന്നു. അതിലിപ്പം 17K 17,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരു ചാനൽ ഞാൻ തുടങ്ങി. അതിലെനിക്കിപ്പോൾ 5Kൻ്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോകുന്നു. ഈ 2 ചാനലും എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവുക. ഈ 2 ചാനലും മോണിറ്റൈസ്ഡ് ആയതാണ് കേട്ടോ. എന്നിട്ടും ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ചാനൽ ഉപേക്ഷിച്ചതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഞാൻ റെഗുലറായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ട് വന്ന കുറച്ചധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ, എൻ്റെ കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെട്ട് വന്ന. അപ്പോൾ എന്നാലും എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്ന ആ ഒരു വ്യൂസ് കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം കേട്ടോ. നമ്മളിപ്പോൾ ഒരു 17,000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരു ചാനലാകുമ്പോൾ നമ്മൾ എന്തായാലും ഒരു 5K അല്ലെങ്കിൽ ഒരു 10K വ്യൂസ് എങ്കിലും നമ്മളിടുന്ന ഓരോ വീഡിയോസിനും പ്രതീക്ഷിക്കുമല്ലോ. പക്ഷേ ആ ഒരു വ്യൂസ് എനിക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു ചാനൽ ഉപേക്ഷിച്ചത്. എനിക്ക് മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. 2 തവണ ആദ്യം യൂട്യൂബ് ഇങ്കൊക്കെ വന്നതാണ് കേട്ടോ. എന്നിട്ടും ഞാൻ ഉപേക്ഷിച്ചത്, ഞാൻ വിചാരിച്ച ആ ഒരു വ്യൂസ് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് ആദ്യത്തെ ചാനൽ ഉപേക്ഷിച്ചത്. പിന്നെ രണ്ടാമത്തെ ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു സമയത്ത് ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടു. ഇപ്പം പുതിയ ചാനൽ തുടങ്ങുകയാണെങ്കിൽ, പുതുതായിട്ട് കണ്ടൻറ്റൊക്കെ ഇട്ട് തുടങ്ങുകയാണെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് കണ്ടതുകൊണ്ടാണ് പഴയ ചാനൽ ഉപേക്ഷിച്ച് ഞാൻ പുതിയ ചാനൽ തുടങ്ങിയത്. അതിൻ്റെയും അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു. മെയിൻ പ്രോബ്ലം ഞാൻ തന്നെയാണ് കേട്ടോ. കാരണം വ്യൂസ് കിട്ടുന്നില്ല, വിചാരിച്ച വ്യൂസ് കിട്ടാതിരിക്കുന്ന സമയത്ത് എനിക്ക് എന്തോ ഞാൻ വെറുതെ ഇതിൽ സമയം വേസ്റ്റ് ആക്കുന്നതെന്നുള്ളൊരു തോട്ട് എനിക്ക് വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ചാനലും വീഡിയോ ഇടുന്നത് നിർത്തിയിട്ടു. അപ്പോൾ അങ്ങനെ 2 ചാനൽ. പിന്നെ എൻ്റെ ഒരു ഹെൽത്ത് ചാനലുണ്ട്, പിന്നെ ഒരു മോട്ടിവേഷണൽ ചാനലുണ്ട്. അത് വല്ലപ്പോഴൊക്കെ ഞാൻ കയറി നോക്കുന്ന ചാനലാണ് കേട്ടോ. അതിൽ ഇപ്പോൾ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4 ഇത് എൻ്റെ 5ാമത്തെ ചാനലാണ് കേട്ടോ. ഇത് എൻ്റെ 5ാമത്തെ ചാനലാണ് കേട്ടോ. ഈ ഒരു ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ്, വ്യൂസ് മൈൻഡ് ചെയ്യേണ്ട, നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കുക. അത് നമ്മളെ വ്യൂവേഴ്സിന് നമ്മൾ എന്താണോ ആ ഒരു വീഡിയോ എന്ന് നമ്മൾ നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് എൻ്റെ വീഡിയോ കണ്ട് കഴിയുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പുതിയൊരു കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ബ്ലൈൻഡായിട്ട് വെറുതെ ഇങ്ങനെ വീഡിയോസ് ഇടാതെ ഓരോ വീഡിയോസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഏത് ചാനലിൻ്റെ കാര്യമാണ്? ഈ ചാനൽ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, വ്യൂസോ സബ്സ്ക്രൈബേഴ്സോ മൈൻഡ് ചെയ്യേണ്ട എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി ഷോർട്സ് ഇടാൻ തുടങ്ങി. പിന്നെ വീക്കിലി ഒരു 3 ദിവസമെങ്കിലും ലോങ് വീഡിയോസ് ഇടാൻ തുടങ്ങി. ആദ്യത്തെ ആ ഒരു വീഡിയോസ് ഇട്ട് തുടങ്ങിയ ആ ഒരു സമയത്തുള്ള ആ ഒരു എന്താ പറയുക,
ഒരു രാവിലെ തന്നെ ആയതുകൊണ്ട് എനിക്ക് മൈൻഡും ബ്രെയിനൊന്നും ശരിക്കും അങ്ങ് വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് വേർഡ്സ് ഒന്നും മര്യാദക്ക് വരുന്നില്ല കേട്ടോ. ആ ഒരു ഇൻട്രസ്റ്റ് ഒന്നും എനിക്ക് പിന്നീട് ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചധികം ബിസി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം നാൾ ഞാനൊരു ഗ്യാപ്പ് എടുത്തു കേട്ടോ. അങ്ങനെ ഗ്യാപ്പ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ എന്നോട് തന്നെ ചോദിച്ചു, ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അതിന് ഞാനിപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, അപ്പം വീഡിയോസ് ഇട്ട് തുടങ്ങണ്ടേ. ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷയോടെയാണ് ആ ഒരു ചാനൽ തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ വീണ്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ച എങ്ങാനും ആയതുള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ ഡെയിലി ഓരോ ഷോർട്സ് ഇടാറുണ്ട്, പിന്നെ വീക്കിലി 3 ടൈംസ് എങ്കിലും ഒരു ലോങ് വീഡിയോസും അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളിപ്പം കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടൊന്നും നമ്മുടെ ചാനലിന് ഒരു കാര്യമില്ല കേട്ടോ. ആ ഒരു സബ്സ്ക്രൈബേഴ്സിനനുസരിച്ചിട്ട് വ്യൂസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടതായിട്ടുള്ളത്. മുമ്പൊക്കെ ഞാൻ ചാനൽ തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരുടെ അടുത്ത്, ഫ്രണ്ട്സിൻ്റെ അടുത്ത് എൻ്റെ സ്റ്റാറ്റസ് ആക്കുമായിരുന്നു, ഒന്നും പറയണ്ട, എല്ലായിടത്തും എൻ്റെ ആ ഒരു വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമായിരുന്നു. അങ്ങനെ തന്നെയാണ് എൻ്റെ ആദ്യത്തെ ചാനലിനും രണ്ടാമത്തെ ചാനലിനൊക്കെ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് കിട്ടിയത്. അത്യാവശ്യം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 400 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിരിക്കും അങ്ങനെ വന്നിട്ടുണ്ടാവുക. ബാക്കിയൊക്കെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് വന്നവരാണ് കേട്ടോ. പക്ഷെ അങ്ങനെ വന്നിട്ട് പോലും എന്താ പറയുക, ഞാൻ എല്ലാ വീഡിയോസിലും പറയുമായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളത്. ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് വന്നവരായിരിക്കാം. അല്ലാതെ വന്നതൊക്കെ നമ്മളെ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ റീച്ചായി അതിൽ നിന്ന് വന്ന സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനിയിപ്പം ചാനൽ തുടങ്ങുമ്പോൾ ആരെടുത്തും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയരുത്. ഞാൻ ഈ ചാനൽ തുടങ്ങിയ കാര്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടിലുള്ള അച്ഛനമ്മ അനിയൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏതാണ് ചാനലിന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം സ്ഥിരമായിട്ട് അവർ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീഡിയോസിൽ കാണാനായിട്ട് അവർക്ക് അത്ര വലിയൊരു താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫാമിലിയിലത്തെ ആൾക്കാരുടെ അടുത്ത് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ ഒരു 2 പേര്, അതിലെൻ്റെ യൂട്യൂബിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയ ഒരാളായിരുന്നു കേട്ടോ. കിട്ടിയ ഒരു 4 പേരെടുത്തായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചാനൽ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. കാരണം എനിക്കറിയാം അവർ എൻ്റെ വീഡിയോസ് കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുടെ അടുത്ത് പറയാമെന്നുള്ള രീതിയിലായിരുന്നു അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വേറെ ആരെടുത്തും ഞാൻ പറഞ്ഞില്ല. അത് അൺഫോർച്ചുനേറ്റ്ലി ഒരു ദിവസം എങ്ങനെയോ ആ ഒരു നമ്മുടെ ചാനലിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഉണ്ടല്ലോ, അത് കോപ്പി ചെയ്തിട്ട് അറിയാതെ എൻ്റെ ഒരു സ്റ്റാറ്റസ് ആയിപ്പോയി വാട്സപ്പിൽ. അങ്ങനെ കുറച്ച് പേര് കണ്ടിട്ടുണ്ടായിരുന്നു. അല്ലാതെ അത് ഞാൻ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അറിയാതെ അങ്ങനെ സ്റ്റാറ്റസ് ആയിപ്പോയതാണ്. അപ്പം അങ്ങനെ അല്ലാതെ വേറെ ആരുടെ ഞാൻ ഇങ്ങനൊരു ചാനലുണ്ട് സബ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടില്ല, പറയില്ല എന്നുള്ളത് ഞാൻ തീരുമാനിച്ചതാണ്. അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് വേണ്ട. എനിക്ക് ശരിക്കും ജെനുവിൻ ആയിട്ടുള്ള എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സിന് മാത്രം എനിക്ക് മതി എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മെൻറ്റാലിറ്റി. അങ്ങനെ ആയിരുന്നു കേട്ടോ. 2 ചാനലൊക്കെ തുടങ്ങി ഇങ്ങനെ പൊട്ടിപ്പണ്ടാരടങ്ങി നിൽക്കുന്നത് ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അതിൽ നിന്നാണ് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ആരുടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു 100 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം അവർ എൻ്റെ ഒരു ഷോർട്സൊക്കെ കണ്ടിട്ട് ചില ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്, ഇത്രാമത്തെ സബ്സ്ക്രൈബറാണ് അപ്പോൾ തിരിച്ചും വരണേ എന്നൊക്കെ പറഞ്ഞിട്ട്. ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. പിന്നീടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ വന്നിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ കണ്ടൻറ്റ് ഇഷ്ടം അവർക്കൊക്കെ സബ്സ്ക്രൈബർ കൗണ്ട് കൂട്ടാനായിട്ടാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ വേണമെങ്കിൽ നമ്മൾ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വരുന്നവർ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴുള്ള എൻ്റെ കമൻറ്റൊക്കെ അങ്ങനെ കമൻറ്റ് ചെയ്യുന്നവരടുത്ത് ഞാൻ പറയാറുണ്ട്. അപ്പം നമ്മളെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം സബ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ പതുക്കെ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഷോർട്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾക്കാരിങ്ങനെ ഷോർട്സ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ആൾക്കാരിലേക്ക് യൂട്യൂബ് നമ്മുടെ വീഡിയോസ് എത്തിച്ചു കൊടുക്കുന്നത്. ലോങ് വീഡിയോസ് എത്തിച്ചു കൊടുക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അങ്ങനെ ആ ഒരു ഇംപ്രഷൻസ് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഷോർട്സ് ആണ് നമ്മുടെ കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം അത് തന്നെയാണ് നമുക്ക് വേണ്ടത്, നമ്മുടെ കണ്ടൻറ്റ് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. എന്നിട്ട് ആ ഒരു കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്യുക. പക്ഷേ കൂടുതലും അങ്ങനെ കണ്ടൻറ്റ് ഒന്നും നോക്കാതെ സബ് ചെയ്യുന്നവരുണ്ടെന്നാണ് എനിക്ക് തോന്നി. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് വേണ്ട കേട്ടോ. അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സ് വെറുതെ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാമെന്നല്ലാതെ അതിനെക്കൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ മുമ്പത്തെ ആ ഒരു ഇതൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ട് വരുന്നവരാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ വരുന്നവർ മാത്രമാണ് നമ്മൾ വീഡിയോസ് കാണുക. നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ അത് കാണണമല്ലോ എന്ന് അവർ ഇഷ്ടത്തോടെ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ. അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലാതെ വെറുതെ
ഓൾറെഡി നമുക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ മറ്റുള്ള എൻ്റെ പണ്ടത്തെ ചാനലിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമുക്ക് വെറുതെ അനാവശ്യമായിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് വെച്ചു. പക്ഷേ അവരൊന്നും നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്നില്ലെങ്കിൽ യൂട്യൂബ് തന്നെ നമ്മുടെ ചാനലിനെ ഒരു എന്താ പറയുക, ആ ഒരു കണ്ടൻറ്റൊന്നും അത്ര നല്ല കണ്ടൻ്റ് അല്ല, സബ്സ്ക്രൈബേഴ്സ് തന്നെ കാണുന്നില്ല. ഇപ്പം 17K സബുള്ളൊരു ചാനലിൽ ഒരു 1K ഒക്കെ ആണ് കിട്ടുന്നതെന്ന് വെച്ചാൽ, ഒരു വ്യൂസ് കിട്ടുന്നതെന്ന് വെച്ചാൽ അത് യൂട്യൂബ് തന്നെ നമ്മളെ വീഡിയോസിന് അതിന് മാത്രം അത്ര നല്ല കണ്ടൻറ്റ് അല്ല എന്നുള്ളത് വിലയിരുത്തുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പുതിയ ചാനൽ തുടങ്ങിയ സമയത്തും എനിക്കങ്ങനെ അനാവശ്യമായിട്ടുള്ള ഒരു സബ്സ്ക്രൈബേഴ്സ് വേണ്ട എന്നുള്ളത് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു 100 സബ്സ്ക്രൈബേഴ്സായി. അപ്പം വളരെ ഹാപ്പിയാണ്. ഞാൻ ഇത് ആരെടുത്തും എന്താ പറയുക സബ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് വന്ന ആൾക്കാരല്ല, എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന ആൾക്കാരാണ്. ഇനിയും എനിക്ക് മുമ്പോട്ടും എന്താ പറയുക ഇത്ര നാൾ എനിക്കൊരു പീരീഡ് കൊടുക്കും, എന്നിട്ട് അതിനുള്ളിൽ എൻ്റെ വീഡിയോസൊക്കെ റീച്ച് ആവണം, അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. ആ ഒരു വീഡിയോസൊക്കെ എടുത്ത് അതിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഭാവിയിലെ ആ ഒരു ദിവസം എൻ്റെ ലൈഫിൽ എന്ത് നടന്നു എന്നൊക്കെ കാണാനായിട്ട് അയ്യോ നമുക്കൊന്ന് എടുത്തു നോക്കാനാണെങ്കിൽ അതൊരു നല്ലൊരു ഫീലാണ് കേട്ടോ. അപ്പം ആ ഒരു വീഡിയോസ് അവിടെ കിടക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് എക്സ്ട്രാ ടൈം അതിന് വേണ്ടി കൊടുക്കേണ്ടി വരും. അതെങ്ങനെയെങ്കിലൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇപ്പോഴന്നെ ആണെങ്കിൽ എൻ്റെ ആ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഭയങ്കര ടൈറ്റാണ്. ഇവിടെ നിന്നാണ് ഒരു മിനിറ്റ് എക്സ്ട്രാ കിട്ടാൻ നോക്കി നടക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല. ആ ഒരു വീഡിയോസൊക്കെ ഞാൻ മുമ്പൊക്കെ ആണെങ്കിൽ എൻ്റെ ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ പാറുവിൻ്റെ ആ ഒരു വളരുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതിലുള്ള ഓരോ മൊമെൻറ്റും ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു യൂട്യൂബിൽ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം വീഡിയോസൊക്കെ എപ്പോഴെങ്കിലൊക്കെ അവളെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോഴോ അവരുടെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൊമെൻറ്റ്സ് മാത്രമേ ഞാൻ ക്യാപ്ചർ ചെയ്യാറുള്ളൂ. അപ്പം മുമ്പൊക്കെ ആണെങ്കിൽ ആ ഒരു വീഡിയോസിലൊക്കെ അതൊക്കെ ഉണ്ടായതുകൊണ്ട് ഇടയ്ക്ക് അതൊന്ന് എടുത്ത് നോക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസ് എടുത്താലും നമ്മുടെ ആ ഒരു ഓരോ ദിവസം എന്തായിരുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ ഒന്ന് തിരിഞ്ഞ് നോക്കാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ വീഡിയോസ് ഇടുന്നു. അപ്പം എന്തായാലും ഒരു ദിവസം നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് സമയം കൊടുത്തേക്കാണ്. ഞാനത് ഇനി എന്തായാലും പിന്മാറാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ തരുന്ന കണ്ടൻറ്റ് നല്ല കണ്ടൻറ്റ് ആണെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളെ യൂട്യൂബിലൊക്കെ സക്സസ് ആയിട്ടുള്ളവരൊക്കെ എങ്ങനെയാണ് അത് ഒരു ലെഗ് ഫാക്ടറും ഇതിൽ യൂട്യൂബിൻ്റെ കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആ ഒരു ലെഗ് ഫാക്ടർ കാരണം കുറേ ആൾക്കാർ റീച്ചായി പോയിട്ടുണ്ട്. അപ്പം എന്തായാലും ഞാൻ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല നല്ല കണ്ടൻറ്റ് ഞാൻ ഇട്ടുകൊണ്ടേയിരിക്കും. എന്നിട്ട് എന്തെങ്കിലും ഒരു ദിവസം എന്തായാലും റീച്ചാകും, അതെനിക്ക് ഉറപ്പാണ് കേട്ടോ. അങ്ങനെ ബാക്കിയുള്ളവരാണെങ്കിലും അവരൊക്കെ റീച്ച് ആയിട്ടുണ്ടല്ലോ, പക്ഷേ എന്തുകൊണ്ട് എനിക്ക് റീച്ച് ആവാൻ പറ്റുന്നില്ല? അപ്പോൾ അതിനുള്ള സമയം ഞാൻ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഇനിയിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല, വ്യൂസ് കൂടുന്നില്ല എന്നൊക്കെ ഞാൻ സങ്കടപ്പെടില്ല എന്നൊക്കെ പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്കൊക്കെ എനിക്ക് സങ്കടം വരാറുണ്ട്. പക്ഷേ സമയമായില്ല, എൻ്റെ സമയമായില്ല. ഇനിയിപ്പോൾ സമയമാകുമ്പോൾ എനിക്ക് വീഡിയോസിനൊക്കെ നല്ല റീച്ച് കിട്ടും. ഇപ്പം ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ നല്ല പ്രതീക്ഷയോടെ ഇടുന്ന വീഡിയോസിനൊക്കെ ആണെങ്കിൽ വ്യൂസ് കിട്ടാതിരിക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, അയ്യോ ഇതിന് ഞാൻ വിചാരിച്ചത്ര വ്യൂസ് ഇല്ലല്ലോ, അതെന്താ പറ്റിയെന്നൊക്കെയുള്ള ആ ഒരു സങ്കടമൊക്കെ വരാറുണ്ട്. അത് സ്വാഭാവികമാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ പറയും, ഇപ്പം എന്തായാലും എന്നെ യൂട്യൂബ് ഒന്നിങ്ങനെ പരീക്ഷിക്കുകയാണ്, ഇവൾ നിർത്തി പോകുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് ഞാനുള്ളത്. ഇപ്പം നിർത്തി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ തോറ്റു. ഞാൻ തോറ്റു. അപ്പോൾ ഞാനത് തോറ്റു കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. എന്തായാലും ഈ ഒരു സമയം അങ്ങ് കടന്നു പോകുന്നിട്ട് ഞാൻ വിചാരിക്കുന്ന പോലുള്ള ഒരു റീച്ച് എൻ്റെ ചാനലിന് കിട്ടും, ഞാൻ വിചാരിക്കുന്ന പോലുള്ള സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്താ പറയുക, ഇതുവരെ എൻ്റെ വീഡിയോസിനൊക്കെ കണ്ട് സബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും 1000 നന്ദിയിട്ട്. ഇനിയും വീഡിയോസൊക്കെ കാണുക, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ കമൻറ്റാണ് കേട്ടോ. കാരണം ഓരോ വീഡിയോസിന് വ്യൂസൊക്കെ കിട്ടുമെങ്കിൽ പോലും ഒരു കമൻറ്റ് കാണുമ്പോൾ അതിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യമായിരിക്കുമല്ലോ ഒരു കമൻറ്റായിട്ട് ഇടുന്നത്. ആ ഒരു കമൻറ്റ് കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ്. അപ്പോൾ കമൻറ്റ് എനിക്ക് വളരെ കുറവാണ് കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ തന്നെ എന്താണ് ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയത്, എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് എന്നൊക്കെയുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ആ ഒരു വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനമാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ കമൻറ്റും എന്ന് പറയുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് വീഡിയോസ് വേണ്ടതെന്നുള്ളത് പറയാം. ഓരോ വീഡിയോയും ഞാൻ നല്ല കണ്ടൻറ്റ് നിങ്ങൾക്ക് കണ്ടിട്ട് ആ ഒരു സമയം വേസ്റ്റ് ആയല്ലോ എന്ന് തോന്നുന്ന രീതിയിലുള്ള കണ്ടൻറ്റ് ആയിരിക്കില്ല. നിങ്ങൾക്ക് ഓരോ എൻ്റെ വീഡിയോന്ന് എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എടുക്കാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാണ് കേട്ടോ. അതുപോലെയുള്ള കണ്ടൻറ്റ് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം. നമുക്ക് എന്തായാലും നല്ല കണ്ടൻറ്റും ഒക്കെ ആയിട്ട് ഓരോരോ വീഡിയോസിലൂടെ കാണാം.